ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സോ ഞാൻ PSC എക്സാം ക്രാക്ക് ചെയ്ത ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ ബിഗിനേഴ്സ്, എസ്പെഷ്യലി ബിഗിനേഴ്സ് എങ്ങനെയാണ് ക്രാക്ക് ചെയ്തത് അതിൻ്റെ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനുള്ളത് LD ക്ലർക്ക് മെയിൻ ലിസ്റ്റിലും KSFE KSCB മെയിൻ ലിസ്റ്റിലും KSRTC മെയിൻ ലിസ്റ്റിലുമാണ് കറൻ്റ്ലി ഉള്ളത്. സോ എൻ്റെ ഈ കുഞ്ഞ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു aliSays ബൈ അലീഷ. തുടക്കക്കാർ ഒരു ഗവൺമെൻറ് ജോലി ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ മുന്നേ ഞാൻ പറഞ്ഞുള്ളതുപോലെ ഇതിലേതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം. അതല്ല ഹെൽപ്ഫുൾ അല്ല എന്നാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യാം. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് തിങ്, അതായത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ ആഗ്രഹത്തിൻ്റെ പുറകിലോ അല്ലെങ്കിൽ പാർട്ട്ണറുടെയോ ആഗ്രഹത്തിൻ്റെ പുറകിലായിരിക്കരുത് ഈ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് വരേണ്ടത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ അത്രയും പാഷനേറ്റ് ആണെങ്കിൽ മാത്രം ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് വന്നാൽ മതി. കാരണം നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക് ആവശ്യമാണ് ഈ എക്സാം പാസ് ആവാൻ വേണ്ടിയിട്ട്. സോ ഹാർഡ് വർക്ക് മറ്റുള്ളവർ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടില്ല. നമുക്ക് തന്നെ തോന്നിയിട്ട് സ്വയം തോന്നി മാത്രമാണ് നമുക്ക് ആ ഫയർ ഉണ്ടാവുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്വയമായിട്ടുള്ളൊരു ഡിസിഷനാണ് ഈ ഒരു ഫീൽഡ്, ഈ ഒരു ജോലി എനിക്ക് വേണം എന്നുള്ള ഡിസിഷനാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത്. ഇനി അങ്ങനെ ഒരു ആഗ്രഹമായി തന്നെ മുന്നോട്ട് പോകുന്നു. പിന്നെ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സക്സസ് ആയാലും ഫെയിലിയർ ആയാലും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്. ഇപ്പോൾ സക്സസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അല്ലേ? അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ വന്നിരുന്നിട്ട് ഫെയിലിയർ, പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നൊക്കെ പറയാൻ വളരെ സിമ്പിളാണ്. അത് ഫെയിലിയർ അനുഭവിച്ചവർക്ക് തന്നെ മനസ്സിലാവും. ഞാൻ വിചാരിച്ച ഒരു എക്സാം എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ച ഒരാളാണ്. എനിക്ക് പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓരോരുത്തർക്കും പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റും. അങ്ങനെ പറ്റിയില്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്കൊരു ബ്രേക്ക് ആയിരുന്നു എന്നെ അതിൽ റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് കാലം ബുക്ക് അടച്ചു വെച്ചു. പിന്നീട് പക്ഷെ ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ പൂർവാധികം ശക്തിയോടെ, അതായത് എനിക്കിത് പറ്റും എന്നുള്ളൊരു ശക്തിയോടെയാണ് ഞാൻ തിരിച്ചു വന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഫെയിലിയർ നേരിടേണ്ടി വന്ന ഒരാളാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് നേരം വിഷമിച്ചിരിക്കാം, അത് കരയാം, അതൊന്നും കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പിന്നീട് നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അതൊക്കെ മറന്ന് പൂർണ്ണമായിട്ടും നമുക്കിത് നേടാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കൂടിയിട്ട് വേണം പിന്നെ നമ്മൾ പഠനം റീസ്റ്റാർട്ട് ചെയ്യാൻ. സോ ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അടുത്തത് ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സമയം ഒരുപാട് പേരുള്ള ആൾക്കാരുണ്ട്, സമയം ലിമിറ്റഡ് ആയിട്ട്, അതായത് ജോലിക്കിടയിൽ പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കുട്ടികളെ നോക്കി ബാക്കി സമയം പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് കുറച്ച് സമയമുള്ളത് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. സോ നന്നായിട്ട് സമയമുള്ളവർ അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ആദ്യത്തെ അറ്റംപ്റ്റിലൊക്കെ തന്നെ PSC എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് സമയമുള്ളവർ ഇതിന് വേണ്ടിയിട്ട് കരുതി വെക്കേണ്ടത്. സമയം അധികം ഇല്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉള്ള സമയം എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ സമയം കിട്ടുന്നില്ല, തികയുന്നില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് ജോലി കിട്ടേണ്ടത് അൾട്ടിമേറ്റ്ലി നമ്മുടെ മാത്രം ആവശ്യമാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അപ്പോൾ സമയമൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തണം. കുറേ സാക്രിഫൈസസ് ചിലപ്പോൾ നമുക്കിതിന് വേണ്ടി നേരിടേണ്ടി വരും. നിങ്ങളുടെ എന്താണ് പ്രയോറിറ്റീസ് ഒക്കെ മാറ്റേണ്ടി വരും. അതായത് ബാക്കിയുള്ള കാര്യങ്ങൾ, എൻ്റർടൈൻമെൻ്റ് ഒക്കെ കുറച്ച് നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ അഡിക്ഷൻ, ചിലർക്ക് ഓരോ കാര്യത്തിൽ അഡിക്ഷൻ ഉണ്ടാവും. ചിലർക്ക് ചിലപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെയായിരിക്കും അഡിക്ഷൻ. ഫോണിനോട് അഡിക്ഷൻ, അല്ലെങ്കിൽ റീൽസ് കണ്ട അഡിക്ഷൻ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അഡിക്ഷൻ കുറച്ചുള്ള ഒരാളാണ് ഞാൻ. ഒരു റീല് കണ്ടിട്ട് ഓഫ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും, ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ പറ്റില്ല. പിന്നെ സ്ക്രോൾ ചെയ്ത് എല്ലാ റീലും കണ്ടിട്ടായിരിക്കും ചിലപ്പം അവസാനിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു റീലിൽ ബാക്കിയുള്ളവരുടെ സക്സസ് റീല് കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അല്ലേ? അവിടെ നമ്മുടെ സക്സസ് റീല് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റണം. ആ ഒരു എയിമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അഡിക്ഷനുകളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമം വേണം. ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം ആ ഒരു സമയത്ത്, ഞാൻ പഠിക്കുന്ന സമയത്ത് അൺഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഡിക്ഷൻ ഏതാണോ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിവെക്കാൻ. എസ്പെഷ്യലി ഫോൺ കുറേ പേർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇഷ്യൂ ആണ്. ടെലഗ്രാം ആയാലും പഠിക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്, പക്ഷേ സമയം വേസ്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടോ. ഇനി TV അഡിക്ഷൻ ഉള്ളവർ എന്താണോ അഡിക്ഷൻ ഉള്ളത് അതിനൊരു പ്രതിവിധി കണ്ടെത്തി സമയം നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റണം.
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് രാത്രി 2 മണി വരെ ഇരുന്ന് എന്തായാലും പഠിക്കണം, രാവിലെ 4 മണിയാകുമ്പോഴെങ്കിലും എഴുന്നേക്കണം. അതിനോട് എനിക്ക് പൂർണ്ണമായിട്ടൊരു യോജിപ്പില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, അതിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷേ ഓരോരുത്തർക്കും പഠിക്കുന്നതിന് ഓരോരുത്തരുടേതായ രീതിയുണ്ട്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനിപ്പോൾ ആരെങ്കിലും പറഞ്ഞു കേട്ട് രാത്രി 2 മണി വരെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കംപ്ലീറ്റ്ലി എനിക്ക് തലവേദനയായിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പഠിക്കണത് ഇപ്പോൾ ഒരു 3 hours ആണെങ്കിൽ ആ സമയം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയായിരിക്കും. അപ്പോൾ പഠന രീതി, ടൈം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ കൺവീനിയൻസും കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് ഇപ്പോൾ രാവിലെ ഒരുപാട് നേരത്തെ എഴുന്നേറ്റിട്ട് അന്നത്തെ ദിവസം ഫുൾ അതിൻ്റെ ഹാങ് ഓവർ ആയിട്ട് കാര്യമില്ല. ഹാർഡ് വർക്ക് വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിലൊരു സംശയമില്ല. പക്ഷെ നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സമയം, നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമൊക്കെ ചൂസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ തന്നെ നോക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബുക്സിനെയൊക്കെ കുറിച്ച് ഓൾറെഡി ടെലഗ്രാം ചാനലിനൊക്കെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാവുന്നതാണ്. ഇനി എൻ്റെ കയ്യിലുള്ള ബുക്സ് മാത്രം ചെയ്ത് വീഡിയോ ചെയ്യാമെന്നൊക്കെ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് നമുക്ക് പതുക്കെ ഒരു ദിവസം ചെയ്യാമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് കോച്ചിങ് ആണ്. അപ്പോൾ പല യൂട്യൂബ് ചാനലിലും തമ്പനെയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കോച്ചിങ് ഇല്ലാതെ PSC നേടിയ ഒരാൾ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കേട്ടിട്ടുള്ള ഒരാൾക്കറിയാം, ഞാനും കോച്ചിങ് ഇല്ലാതെ PSC നേടിയൊരു ആൾ തന്നെയാണ്. പക്ഷേ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, എന്നെ സംബന്ധിച്ച് ഞാൻ ബിഗിനിങ് സ്റ്റേജിൽ ഇവിടോട്ട് വരുമ്പം എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ, ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ഇങ്ങനെ റാങ്ക് കിട്ടിയ ആൾക്കാരെ നേരിട്ട് പരിചയമുണ്ട്. ഈവൻ എൻ്റെ ഹസ്ബൻഡ് ഒരു ഗവൺമെൻറ് സെർവൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ചുറ്റും എന്നെ കറക്റ്റായിട്ട് ലീഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കോച്ചിങ്ങിൻ്റെ ഒരു ആവശ്യകത വരാതിരുന്നത്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങളെ കറക്റ്റായിട്ട് പുഷ് ചെയ്യാൻ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ചുറ്റും ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കോച്ചിങ് എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതല്ല, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കോച്ചിങ് എടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കോച്ചിങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജെന്യുവിൻ ആയിട്ടുള്ള കോച്ചിങ്ങിലോട്ട് എത്തിപ്പെടാൻ ശ്രമിക്കണം. അതായത് ചിലപ്പോൾ പൈസയുള്ള കോച്ചിങ് ഉണ്ട്, പൈസ ഇല്ലാത്തതുണ്ട്. ഇപ്പോൾ ഒരുപാട് കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും ജെന്യുവിൻ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർക്ക്, കാരണം പല പല രീതിയിലുള്ള സംശയങ്ങൾ നമുക്ക് വരാം. അപ്പോൾ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഒരു കോച്ചിങ് എടുത്താൽ അത് എഫക്റ്റീവ് ആവും എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അതല്ല, നിങ്ങൾ അത്രയും സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം. അത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ റിവിഷനും പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിനൊക്കെ തുല്യ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ആൻഡ് ഫൈനലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കറക്റ്റായിട്ട് ഫിൽറ്റർ ചെയ്യാൻ നമുക്ക് പറ്റണം. അതായത് ഇപ്പോൾ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് അല്ലേ, ഇപ്പോൾ പഠിക്കാനായാലും ടിപ്സിന് വേണ്ടിയിട്ടായാലും മോട്ടിവേഷന് വേണ്ടിയിട്ടായാലും യൂട്യൂബിലും ടെലഗ്രാമിലും അല്ലെങ്കിൽ മറ്റ് മീഡിയാസൊക്കെ വഴി ഒരുപാട് സോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. അല്ലെങ്കിൽ നമ്മുടെ CID മൂസേലത്തെ ബിന്ദു പണിക്കരുടെ അവസ്ഥ പോലെ ആയിരിക്കും. ഇപ്പോൾ പുള്ളിക്കാരത്തി നമ്മൾ ഒരു കോമഡി സീനിൽ കാണുന്നുണ്ടല്ലേ, സ്വന്തം പിള്ളേരെ എടുക്കുന്നില്ല ഒരു ഭൂകമ്പം ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത്, അല്ല ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് വീട്ടിലുള്ള TVയും വാഷിംഗ് മെഷീൻ സാധനങ്ങളൊക്കെ എടുക്കാനാണ് ധൃതി വെക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എടുക്കാൻ മറന്നു പോവാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഒരുപാട് സ്ഥലത്ത് എന്നതിനേക്കാൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏറ്റവും ആവശ്യമുള്ളത് എടുക്കാനുള്ള ജെന്യുവിൻ ആയിട്ടുള്ള എഫേർട്സ് നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ വേണം. അതായത് നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം, ഏത് രീതിയാണ് നിങ്ങൾക്ക് വർക്ക് ആവുന്നത് എന്നുള്ളത് കുറച്ചു കാലം എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മാത്രം ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങളിലേക്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. എൻ്റെ കുഞ്ഞു അറിവുകളാണ്, എൻ്റെ കുഞ്ഞു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. സോ നമ്മളൊരു ടെലഗ്രാം ചാനൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്താൽ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ നോട്ട്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.